ശ്രീ എൻ ശ്രീകുമാർ, നിങ്ങൾ വെറുതെ ബഹളം വയ്ക്കുകയായിരുന്നു സഭയിൽ. പ്രതിപക്ഷം വെറുതെ ബഹളം വയ്ക്കുകയായിരുന്നു. പ്രതിപക്ഷത്തിന് ഭയമുള്ളത് കൊണ്ടാണ് ഈ ബഹളം വെച്ചത്, അല്ലെങ്കിൽ നോട്ടീസ് നൽകാതെ എങ്ങനെയാണ് ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കുക? നോട്ടീസ് നൽകാതെ നിങ്ങൾ എന്തിനാണ് ആ വിഷയം അവിടെ അവതരിപ്പിച്ചതെന്നാണ് ഭരണപക്ഷം ചോദിക്കുന്നത്. പ്രതിപക്ഷത്തിന് ഭയമുണ്ട്. കാരണം ഇത് 98 മുതൽ 2019, 2019 മുതൽ 2025 വരെ ഇതാണല്ലോ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം. അതിന് അപ്പുറത്തേക്ക് അങ്ങ് പോയി കഴിഞ്ഞാൽ വേറെ പലതും തെളിയുമെന്നുള്ള ഭീഷണിയാണ് അവിടെ നിന്ന് വരുന്നത്. അങ്ങനെ തെളിയുമോ? നോക്കൂ ശ്രീമതി സ്മൃതി, ഇന്ന് നിയമസഭയിൽ ഈ മന്ത്രിമാർ, പ്രത്യേകിച്ച് മന്ത്രി രാജേഷൊക്കെ ചോദിച്ചത് പ്രതിപക്ഷത്തിൻ്റെ ഭീരുത്വമാണ്, എന്തുകൊണ്ട് നോട്ടീസ് കൊടുക്കാതെ പ്രതിഷേധിച്ചു. അടിയന്തര പ്രമേയം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാഴ്ച മുമ്പ് കൊണ്ടുവന്നപ്പോൾ ഇവർ നിഷേധിച്ചതാണ്. അത് മറന്നുപോയി. ശനിയാഴ്ചയും ഞായറാഴ്ചയും നിയമസഭ ഇല്ലാതിരുന്നപ്പോൾ അടിയന്തര പ്രമേയം കൊടുത്തില്ലല്ലോ എന്ന് ചോദിച്ച മന്ത്രിയാണ് രാജീവ്. ഇന്നിപ്പോൾ അവർ പറയുന്നത് പ്രതിപക്ഷത്തിന് ഭയം. അതുപോട്ടെ, പ്രതിപക്ഷത്തിന് ഭയം എന്നുള്ള രാഷ്ട്രീയമായ ആരോപണം. അതുകൂടാതെ ഇന്ന് ഈ CPMൻ്റെ നേതാവ് MP ജയരാജൻ പറയുകയാണ് ഈ നമ്മുടെ ഈ വിവാദ പുരുഷനായ കക്ഷി കോൺഗ്രസിൻ്റെ അവതാരമാണെന്ന്. അത് വേറൊരു തമാശ. ഇത് മാത്രമല്ല, ഇവർക്കൊക്കെ ഇപ്പോൾ എന്താ വെച്ചാൽ ഇവർ ഭയന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് അറിയാമോ? കോടതിയുടെ മേൽനോട്ടത്തിൽ H. വെങ്കടേഷ് എന്ന IPS ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. അതിൽ SP ശശിധരൻ അടക്കമുണ്ട്. അപ്പോൾ CPMൻ്റെ ഭയം കടന്നിട്ടുണ്ട്. കാരണം അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കും ഇന്ന് വാസവം പറഞ്ഞ് 2019 വീഴ്ച പറ്റി. 2019 വീഴ്ച പറ്റിയെന്ന് വെച്ചാൽ അന്ന് ഭരിച്ചത് പത്മകുമാർ. വേണമെങ്കിൽ പത്മകുമാറിനെ ഇവർ തള്ളിപ്പറയും. കാരണം ഈ CPM ആകെ വെപ്രാളപ്പെട്ടിരിക്കുകയാണല്ലോ. ഇനിയിപ്പോൾ AKG സെൻറ്ററിൽ നിന്ന് കൂട്ട ശരണവിളി ഉണ്ടാകും. കാരണം അയ്യപ്പ സംഗമം നടത്തി അന്ന് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു, ഞാൻ തന്നെ പറഞ്ഞു, ഇത് ഈ ഗവൺമെൻറ്റിൻ്റെ അന്ത്യത്തിലേക്ക് എത്തും ഈ വക തട്ടിപ്പ് നടത്തിയാൽ. എന്തായാലും ഇപ്പോൾ എന്താ വെച്ചാൽ അന്വേഷണം വരുന്നു. അന്വേഷണം 1998 സ്വർണ്ണമായിട്ട് കൊടുത്ത സാധനം പിന്നീട് ചെമ്പായിട്ട് മാറുന്നു. അതിൽ ഒപ്പിട്ടിട്ടില്ലെന്ന് പറയുന്നു. ആകെ പ്രശ്നമായിരിക്കുന്നു. അതുകൊണ്ട് ഇവർക്ക് ഒരു സ്ഥലജലഭ്രമം സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്ന്. ഇപ്പോൾ ഇവിടെ നമ്മുടെ സുഹൃത്ത് പ്രേംകുമാർ, അദ്ദേഹം വളരെ നന്നായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പോലും ഇന്ന് ആദ്യം കൊണ്ടുവന്ന ക്യാപ്സ്യൂൾ എന്താണ്? മാത്യു കുഴൽനാടൻ്റെ ഹർജി സുപ്രീം കോടതി ഫയലിൽ സ്വീകരിക്കാത്ത കാര്യമാണ്. അതാണോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിലയുള്ള ഒരു വലിയ അമ്പല സമുച്ചയത്തിലെ സ്വർണ്ണപ്പാളി കൊണ്ടുപോയതാണോ വലിയ ചർച്ച? ഇന്ന് കേരളം ഈ ചർച്ച ചെയ്യുന്ന ഈ വിഷയത്തിൻ്റെ പ്രകമ്പനത്തിൽ മന്ത്രിസഭ ആടി ഉലയുകയാണ്. ഏത് നിമിഷവും ഈ മന്ത്രിസഭയ്ക്കെതിരെ ഭീഷണി വരാം. കാരണം എന്താണെന്ന് വെച്ചാൽ അയ്യപ്പൻ്റെ ശ്രീകോവിലെ സ്വർണം 1.5 കിലോ സ്വർണം ഉണ്ടായിരുന്ന സ്ഥാനത്ത് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ഗ്രാമേ ഉള്ളെന്നാണ് പറയുന്നത്. 349 400 ഗ്രാമേ ഉള്ളെന്നൊക്കെയാണ് പറയുന്നത്. 100 പവൻ ഉണ്ടായിരുന്നു. 54 ദിവസം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ അത് 397 ഗ്രാം ആയി, 49.6 പവനായി. അപ്പോൾ ബാക്കി എവിടെ? അല്ല, ബാക്കി എവിടെയെന്നാ ഇവരോടല്ലേ ചോദിക്കണ്ടേ? കാരണം ഈ സ്വർണവും CPMുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. എനിക്കതിൽ തമാശയായിട്ട് തോന്നുന്നത്, കാരണം ഇവർ അധികാരത്തിൽ വന്നപ്പോൾ തൊട്ട് കേൾക്കുന്ന സ്വർണം എന്നാണ്. 2016 തൊട്ട് കേൾക്കുന്ന സ്വർണ്ണം 2025 എത്തി നിൽക്കുകയാണ്. സ്വർണവും CPM തമ്മിലുള്ള ബന്ധം നമുക്ക് മനസ്സിലാവില്ല. എന്തെങ്കിലും ആവട്ടെ. പക്ഷേ വിഷയം ശബരിമലയാണല്ലോ. ശബരിമലയിൽ അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ ഇവർ പറഞ്ഞ എന്താ? മാസ്റ്റർ പ്ലാൻ ഉണ്ട്, അതുപോലെ തന്നെ ശബരിമലയുടെ സമഗ്ര വികസനം. എന്നിട്ട് ഇവർ NSSൻ്റെ നേതൃത്വത്തെ പോലും ഇവരെ പറഞ്ഞിട്ടുണ്ട്. NSS നേതൃത്വത്തോടെ അത് പറഞ്ഞു പറ്റിച്ചതാണോ NSSനെ? കാരണം ശബരിമലയുടെ സമഗ്ര വികസനം ചർച്ച ചെയ്യേണ്ട കാലത്ത് നമ്മൾ ചർച്ച ചെയ്യുന്ന ശബരിമലയിൽ നിന്ന് സ്വർണം അടിച്ചുകൊണ്ട് പോയതാണ്. പ്രതിപക്ഷം പറയുന്ന അമ്പലം വിഴുങ്ങി എന്നാണ്. നോക്കൂ സ്മൃതി, കേരളത്തിലെ CPM ഗവൺമെൻറ്റുകളുടെ ചരിത്രം എഴുതുമ്പോൾ അമ്പലം വിഴുങ്ങി എന്ന പരാതി കേട്ട, ആരോപണം കേട്ട ഒരു ഗവൺമെൻറ്റിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ പിണറായി ഗവൺമെൻറ് എന്ന് പറയണ്ടേ ഇവർ? അമ്പലം വിഴുങ്ങിയെന്ന് പ്രതിപക്ഷം സഭയിൽ ബാനർ ഉയർത്തിയിരിക്കുകയാണ്. അതിൽ വെപ്രാളപ്പുണ്ട്. നമ്മുടെ മന്ത്രി ശിവൻകുട്ടി പറയുന്നത് എങ്ങനെയാണ് സമരം നടത്തേണ്ടതെന്ന് കാണിച്ചു തരാം. ഇവർ പരിഹസിക്കുകയാണ്. ഇവർ നോക്കി, ഇപ്പോൾ വിഷയത്തിൻ്റെ ഗൗരവത്തിൽ നിന്ന് അവർക്ക് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ പ്രതിപക്ഷത്തെ പരിഹസിക്കുന്ന തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം ഈ പരിഹാസം എന്ന് പറയുന്ന ഒരുതരം PR വർക്കാണ്. കാരണം പരിഹസിച്ചുകൊണ്ട് ഒരു സംഭവം ഇല്ലാതാക്കുന്ന ഒരു പുതിയ സിസ്റ്റം. അതായത് ഈ മറ്റേ അശ്ലീലത്തെ ആയുധമാക്കുക, നുണയെ ആയുധമാക്കുക, ഇപ്പോൾ പരിഹാസം ആയുധമാക്കുന്നു. അതുകൊണ്ടല്ലേ MP ജയരാജനെ പോലുള്ള ആളെ ഇത് കോൺഗ്രസിൻ്റെ അവതാരമാണെന്ന് പറഞ്ഞത്. കോൺഗ്രസിന് എന്താ ബന്ധം? അതിനിടയ്ക്ക് വാസവം പറയുന്നത് കേട്ടു, പ്രതിപക്ഷ നേതാവ് മാപ്പ് പറയണമെന്നോ മറുപടി പറയണമെന്നോ. VD സതീശന് എന്താ ബന്ധമില്ല പ്രതിപക്ഷ നേതാവിനെ എൻ്റെ ശ്രീ പ്രേംകുമാറെ അസംബ്ലിയിൽ ഉന്നയിച്ചതുകൊണ്ടോ? ഇവിടെ മന്ത്രി വാസവൻ എന്ന് പറയുന്ന വളരെ ഗൗരവമുള്ള വിഷയം എന്താ അറിയാമോ? 2019 ഉദ്യോഗസ്ഥന്മാർക്ക് വീഴ്ച പറ്റി. അപ്പോൾ 2019 ആരാണ് ഭരിച്ചത്? പത്മകുമാർ.
അദ്ദേഹം ആരായിരുന്നു? CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം. അന്ന് ദേവസ്വം മന്ത്രി ആരായിരുന്നു? CPMൻ്റെ പ്രമുഖനായ നേതാവ് കടകംപള്ളി സുരേന്ദ്രൻ. അപ്പോൾ ഇവിടേക്കാണ് ചെന്ന് എത്തുന്നത്. പത്തനംതിട്ടയിലത്തെ CPMലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ വരുമോ? പത്മകുമാറിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എല്ലാം അന്വേഷണം നടക്കുകയല്ലേ, അതുകൊണ്ട് അന്വേഷണം നടക്കുമ്പോൾ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ലെന്നാണ്. നമുക്കിവിടെ ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ ഭരിച്ചതാരാ? കമ്മ്യൂണിസ്റ്റുകൾ. 2016 തൊട്ട് കേരളം ഭരിച്ച കമ്മ്യൂണിസ്റ്റുകളുടെ, ദേവസ്വം വകുപ്പ് ഭരിച്ച കമ്മ്യൂണിസ്റ്റുകളുടെ ഭരണത്തിന് കീഴിൽ അയ്യപ്പൻ്റെ ദ്വാരപാലക രൂപങ്ങളിലെ സ്വർണം പൊതിഞ്ഞ ആ വസ്തുക്കൾ കാണാതായിരിക്കുന്നു. ആ കാണാതായ സംഭവത്തെക്കുറിച്ച് ഇന്ന് കോടതിയുടെ കോടതിയിലാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടത്, ഗവൺമെൻറ്റിനല്ല. എന്നിട്ട് ഗവൺമെൻറ് സ്വാഗതം സ്വാഗതം ചെയ്യാതിരിക്കാൻ പറ്റുമോ? കോടതിയുടെ നിരീക്ഷണത്തിലാണ് അന്വേഷണം നടക്കാൻ പോകുന്നത്. മാത്രമല്ല, ഇത് ആരൊക്കെ ചോദ്യം ചെയ്യില്ല, ആരൊക്കെ പെടും, ഒന്നും പറയാൻ പറ്റില്ല. CPM ആകെ വിഹുലത അവരെ ബാധിച്ചിരിക്കുകയാണ്. അതിൻ്റെ അനുരണനം ഇനി വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലിപ്പോൾ ഒരു അന്വേഷണം വന്നല്ലോ. നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോഴും വേണ്ടിയിട്ടില്ല കേട്ടോ. പ്രേംകുമാർ അസംബ്ലിയിലുള്ളതല്ലേ. ഇന്ന് ഈ വക ബഹളമൊക്കെ ഉണ്ടായപ്പോൾ ഒരു മിനിറ്റ് ഒരു കാര്യം പറഞ്ഞാൽ മതിയല്ലോ നമ്മുടെ മുഖ്യമന്ത്രി. അദ്ദേഹം പറഞ്ഞില്ല. എന്നിട്ട് മന്ത്രി രാജേഷ്, അദ്ദേഹം പാർലമെൻ്ററി കാര്യം ചുമതലയുള്ള ആൾ, അദ്ദേഹം ചോദിക്കുക നോട്ടീസ് കൊടുത്തില്ല എന്ന്. ശ്രീ പ്രേംകുമാർ ഒരാഴ്ച മുമ്പ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തപ്പോൾ അത് കോടതിയിലിരിക്കുന്ന വിഷയമാണെന്ന് പറഞ്ഞിട്ടല്ലേ അത് ചർച്ച ചെയ്യാതിരുന്നത്? എന്നിട്ട് അയ്യപ്പ സംഗമം നടത്തിയിട്ട് ഈ ശബരിമല ദേവസ്വത്തിലെ 3 കോടി രൂപ എത്രയോ എടുത്തിട്ട് ഈ സംഗമത്തിന് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ സംഗമത്തിന് കൊടുത്ത കാര്യം നിങ്ങൾ മന്ത്രി വാസവൻ പറയുന്നത് അല്ല ഞാൻ പറഞ്ഞതല്ല. അല്ല ഈ അഡ്വാൻസ് കൊടുത്ത കാര്യം എന്തുകൊണ്ടാണ് സ്മൃതി പൊതുജനത്തോട് പറയാതിരുന്നത്? എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെന്ന് എന്താ പൊതുജനത്തോട് പറയാതിരുന്നത്? പുറത്തു വന്നു ഇന്നലെ പത്രങ്ങളെ മറ്റേ അതെ. അപ്പോൾ ശബരിമലയിലത്തെ ഫണ്ട് എടുത്തിട്ട് മറ്റേ ഈ ഇവൻറ്റ് മാനേജ്മെൻറ്റിന് കൊടുത്തു. ആ കൊടുത്ത കാര്യം വാർത്തകളിലൂടെ പുറത്തു വന്നപ്പോഴാണ് ഇന്ന് മന്ത്രി പറയുന്നത്, അല്ലെങ്കിൽ അധികൃതർ പറയുന്നത് അത് ഞങ്ങൾ തിരിച്ചെടുത്ത് കൊടുത്തോളാന്ന്. അത് ശരിയാ. പക്ഷേ കൊടുത്ത കാര്യം ജനം പറഞ്ഞോ? ഇല്ല. എന്തിനാ പൂഴ്ത്തി വെച്ചത്? അപ്പോൾ നോക്കൂ, ഈ ശബരിമല വിഷയത്തിൽ ഓരോ ദിവസവും ഇവരിങ്ങനെ ആകെ പെട്ടുകിടക്കുകയാണ്. ഇവിടെ അദ്ദേഹം പറഞ്ഞ തമാശ, നമ്മുടെ പ്രേംകുമാർ നാണയം എറിയുന്നുണ്ടെന്ന്. നാണയം എറിയതിൽ ഇതായിട്ട് എന്താ ബന്ധമുള്ളത്? ഈ ശബരിമലത്തെ പടി ചവിട്ടിയിട്ടാണ് ഈ പൂജാരിമാർ ശ്രീകോവിലിൽ കയറുന്നത്. എത്രയോ തവണ ചവിട്ടുന്നു, അവിടെ കുഴപ്പമില്ലല്ലോ. അപ്പം നാണയം എറിഞ്ഞ അപ്പോൾ ഭക്തരാണോ കുറ്റക്കാരെ? ഇനിയിപ്പോൾ കോൺഗ്രസ് കുറ്റക്കാരായി, നാണയം എറിഞ്ഞ ഭക്തർ കുറ്റക്കാരായി, ഇനിയിപ്പോൾ അവസാനം അയ്യപ്പനും കുറ്റക്കാരനാവുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവർ എത്തിക്കുന്നത്. പക്ഷേ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, CPM ഗവൺമെൻറ്റിൻ്റെ ഭരണകാലത്ത് അവർ അയ്യപ്പ സംഗമം നടത്തിയത് എന്തിനായിരുന്നു? എനിക്കിപ്പോൾ പറയാനുള്ളത്, അയ്യപ്പ സംഗമം നടത്തിയത് നന്നായി. കാരണം എന്താണെന്ന് വെച്ചാൽ അയ്യപ്പ സംഗമം നടത്തിയോണ്ട് ഈ വിഷയം പുറത്തു വന്നു. വിഷയം പുറത്തു വന്നപ്പോൾ എല്ലാ കള്ളത്തരങ്ങളും പൊളിഞ്ഞു. അത് ഈ വിശ്വാസികൾ പറയാറുണ്ട് അയ്യപ്പനെ തൊട്ട് കളിക്കേണ്ടതെന്ന്. ഞാൻ വിശ്വാസി അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അയ്യപ്പനെ വിശ്വസിക്കുന്ന ജനങ്ങളെ നിങ്ങൾ പറ്റിക്കരുത്. ആ ജനങ്ങൾ നിങ്ങളുടെ കഴുത്തിന് ഏറി പിടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, ഇപ്പോൾ SIT അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണം, പ്രത്യേക സംഘം അന്വേഷിക്കുമ്പോൾ അത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ്. കോടതി എല്ലാം കാണുകയാണ്. സർക്കാരിന് ഒരു ഇടപെടലും നടത്താനാവില്ല. അപ്പോൾ ആ അന്വേഷണത്തെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ടോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.